PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 1500 കോടി രൂപയോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കിട്ടും എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ RSSന്റെ കാഴ്ചപ്പാടുകൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ശ്രമങ്ങളാണ് ചരിത്ര ഗവേഷണ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ചരിത്രത്തെയും ഇന്ത്യ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ക്രമത്തെയും പാഠ്യപദ്ധതിയുമൊക്കെ മുച്ചൂടും മാറ്റി എഴുതാനുള്ള ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആസൂത്രണം ചെയ്തത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരായ വലിയ ചെറുത്തുനിൽപ്പുകളാണ് ഒരുപാട് ഘട്ടങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണമാണ്. സർക്കാർ പദ്ധതികളിലൂടെ തന്നെ RSSന്റെ നയം നടപ്പിലാക്കാനുള്ള നീക്കമാണ് കുറെ കാലമായി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രാധാന്യപൂർവം BJP ഗവൺമെന്റ് കൈവച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ചരിത്രത്തിലോ നിർമ്മാണത്തിലോ പങ്കില്ലാത്ത ഒരു വിഭാഗം ചരിത്രം വെട്ടിമാറ്റുന്നതിനും പുതിയ കൃത്രിമമായ ചരിത്രം നിർമ്മിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് ഇതിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിലൂടെയാണ് കാശ് കിട്ടുക എന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ പദ്ധതിക്കെതിരെ വലിയ പോരാട്ടവുമായി രംഗത്തുണ്ട്. ഇത് സംഘപരിവാർ അജണ്ടയെ തോൽപ്പിക്കാനുള്ള ഒരു മുന്നേറ്റമാണ്. കേരളത്തിലെ ജനങ്ങൾ ആ രാഷ്ട്രീയ പോരാട്ടത്തെ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് കേരള ഗവൺമെന്റ് ഈ നീക്കം നടത്തുന്നത് എന്ന് നമുക്കറിയില്ല. ഫണ്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം നീക്കം നടത്തിയാൽ അടിസ്ഥാനപരമായി കേരളത്തിന്റെ മതേതര സംസ്കാരവും ചരിത്രപരമായി പ്രബുദ്ധത നിലനിർത്തുന്ന കേരളത്തിന്റെ പാരമ്പര്യവുമാണ് ചോദ്യം ചെയ്യപ്പെടുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് PMG പദ്ധതിയിൽ ഒപ്പുവെക്കാൻ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേരള സർക്കാർ പിന്മാറണം. കേരളത്തിലെ ജനത അതിനെയാണ് പിന്തുണക്കുക. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ അവരുടെ ഫെഡറൽ അധികാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുകയാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖല, പ്രാഥമിക വിദ്യാഭ്യാസ മേഖല, സ്കൂൾ വിദ്യാഭ്യാസ മേഖല കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട സംഗതിയാണ്. സംസ്ഥാനങ്ങൾക്കാണ് അതിന്റെ അധികാരം. അത് ചോദ്യം ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ നിയമപോരാട്ടങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളുമാണ് നടത്തേണ്ടത്. RSSന്റെ ഭീഷണികൾക്ക് മുമ്പിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ ആശയപരമായ പോരാട്ടങ്ങൾ ഇല്ലാതാകുകയാണ് ചെയ്യുക. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇത്തരം നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.